പുറം ലോകം കാണാതെ ഒരുപാട് ഫ്ലോപ്പായതും ടേസ്റ്റ് ഇല്ലാത്തതുമായിട്ടുള്ള ഒരുപാട് റെസിപ്പീസ് എൻ്റെ ഗാലറിയിൽ കിടപ്പുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ ഈ ഒരു റെസിപ്പിയും അതിൽ പെടുമോ എന്നൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിട്ടുകൊടുത്തില്ല, ഞാൻ റെഡിയാക്കി എടുത്തു കേട്ടോ. അപ്പം നമ്മുടെ ബേക്കറിയിലൊക്കെ ചില്ലുകൂടിൽ കാണപ്പെടുന്ന ഒരു മുട്ട ബിസ്ക്കറ്റാണ് ഇന്നത്തെ നമ്മുടെ താരം. 2 മുട്ടയിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം, 2 ടേബിൾ സ്പൂൺ മെൽറ്റഡ് ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിന് പകരം സൺഫ്ലവർ ഓയിലായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. 1/4 കപ്പ് മൈദ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 2 നുള്ള് മഞ്ഞ ഫുഡ് കളർ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒട്ടും നിർബന്ധമില്ല കേട്ടോ, ഓപ്ഷണലാണ്. എന്നിട്ട് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇത് ഓവളിൽ വെക്കുന്ന ഒരു ട്രേയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ ഒന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കുക. അത്യാവശ്യം ഗ്യാപ്പിൽ വേണം കേട്ടോ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ ഗ്യാപ്പ് കുറച്ച് കുറവായിരുന്നു എൻ്റേത്. അപ്പോൾ അതുപോലെ നോൺ സ്റ്റിക്ക് പാനിലും ചെയ്തെടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് വേണം അത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെയൊന്നും അല്ലടാ. നോൺ സ്റ്റിക്ക് പാനിൽ ചെയ്തത് ഒരു പാൻ കേക്ക് രീതിയിലും കിട്ടി. അത് ക്രിസ്പി ആയിട്ട് നമുക്ക് കിട്ടിയില്ല കേട്ടോ. ഇത് ചൂടോടെ എടുക്കുന്ന സമയത്ത് ചെറിയൊരു ഇതുണ്ടാവും, സോഫ്റ്റ് ഉണ്ടാവും, പിന്നെ അതിന് ക്രിസ്പി ആവും. പക്ഷേ അത് ക്രിസ്പി ആയിട്ട് വന്നില്ല. പക്ഷേ മറ്റേത് നല്ല ക്രിസ്പി ആയിട്ട് ടേസ്റ്റൊക്കെ ഉണ്ട് കഴിക്കാൻ. പക്ഷേ അത് പരസ്പരം ഒട്ടി പിടിച്ചു കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് ചെയ്യണത്. അപ്പോൾ ഞാൻ 2ാമത് ബാറ്റർ ഉണ്ടാക്കി വീണ്ടും ചെയ്തു. അത്യാവശ്യം ഗ്യാപ്പ് ഇട്ടിട്ട് തന്നെ ചെയ്തു കേട്ടോ. അപ്പോൾ നമുക്ക് അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ട്രേക്ക് ചെറിയൊരു വളവ് തിരിവൊക്കെ ഉള്ളതുകൊണ്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിൽ കിട്ടിയില്ല എന്ന് മാത്രം. നമ്മളിതിന് മുട്ട ബിസ്ക്കറ്റ് എന്നാട്ടോ പറയാറ്. നിങ്ങളൊക്കെ എന്താ ഇതിന് പറയില്ലെന്ന് കമൻറ്റ് ചെയ്യണേ. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.